ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അരണ്യം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് കുറച്ച് ഗ്ലൂ ഐറ്റംസ് ആണ്. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക്, റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ലപോലെ അറിയായിരിക്കും. പുതിയതായിട്ട് തുടങ്ങുന്നവർക്കും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതാണ് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സിനകത്തുള്ള സ്റ്റോണ്, സ്വീക്വൻസ്, ഗ്ലാസ് പാച്ചസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒട്ടിക്കുന്നതിനായിട്ടാണ് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് പേപ്പർ, തുണി, മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒട്ടിക്കാൻ പറ്റും. ഒട്ടിച്ച് കുറച്ച് ടൈം എടുക്കും ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് മാറ്റി അടുത്തൊരു ഡിസൈൻ ഒന്ന് കവറപ്പ് ചെയ്യുകയാണെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മാറ്റി ഒട്ടിക്കും. കാരണം ഇത് ഉണങ്ങി വരാൻ കുറച്ച് സമയം പിടിക്കും. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റമാണ്. ഡ്രസ്സിനകത്താണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. വുഡും ഒക്കെ ഒട്ടിക്കാനൊക്കെയും ചെറിയ എന്തെങ്കിലും പാച്ചസ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഇതല്ല. ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ളതാണ് B7000. ഇപ്പോൾ കോമൺ ആയിട്ട് കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് B7000. B7000 വലിയ പാക്കറ്റ്, ചെറിയ പാക്കറ്റ് അങ്ങനെയുണ്ട്. ഇത് B7000 വരുന്നത് നല്ല സ്റ്റിക്കി ആയിട്ട് ഒട്ടും പെട്ടെന്ന് ഒട്ടിയെടുക്കാം. മെറ്റലിനകത്ത് മെറ്റൽ പീസുകൾ ഒക്കെ ഒട്ടിക്കുന്നതിന്, നമുക്കുള്ള ഹെയർ ബോസ് ഒക്കെ ചെയ്യുന്നതിനും, ഡ്രസ്സിനകത്ത് വർക്ക് ചെയ്യുന്നതിനും, അങ്ങനെ ഇപ്പം നമ്മുടെ ചെരുപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ പാച്ചസ് ഒക്കെ ഇളകിപ്പോയാലും സ്റ്റോണൊക്കെ ഒട്ടിക്കണമെങ്കിലും അത്യാവശ്യം ഒന്ന് ചെരുപ്പിൻ്റെ അടിയിൽ നിന്ന് ഇളകിപ്പോയാൽ പോലും ഇത് വെച്ചൊന്ന് ഒട്ടിച്ച് നമുക്ക് അത്യാവശ്യം ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ഒരുപാട് വെയിറ്റ് ഉള്ള സാധനമൊക്കെ ഒന്നും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഇലക്ട്രോണിക്സ് ഐറ്റംസിനകത്ത് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നതിനും നമ്മൾ B7000 യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ഒരു ടിപ്പ് വരുന്നത് കുറച്ചും കൂടെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് B7000 യൂസ് ചെയ്യുന്നതിനും കുറച്ചുകൂടെ എളുപ്പമാണ്. ആവശ്യത്തിനുള്ള ഗ്ലൂ ഒരുപാട് അങ്ങ് ഓവർഫ്ലോ ചെയ്ത് വരത്തില്ല. കുറച്ച് ടൈം പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഒരുപാട് വാരിക്കോരി ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. പാച്ചസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കിട്ടും. പെട്ടെന്ന് ഉണങ്ങി ഒട്ടി റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഇപ്പോൾ ക്രാഫ്റ്റിന്, ജ്വല്ലറി മേക്കിങ്ങിന്, ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതിന്, ഇതിനെല്ലാം കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് B7000. ഇനി ഒരെണ്ണം ഉള്ളത് ഫെവിബോണ്ടാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ള, കുറച്ചും കൂടെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, കുറച്ചും കൂടെ ഒട്ടുന്ന ടൈപ്പാണ്. ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പം ക്രാഫ്റ്റിനകത്താണെങ്കിൽ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കുന്നതിന്, നെറ്റിപ്പട്ടത്തിനകത്ത് അതിനകത്ത് പാച്ചസ് ഒക്കെ ഒട്ടിച്ചെടുക്കുന്നതിന് ഫെവിബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്നൊട്ടും. അതുപോലെ ചെരുപ്പൊക്കെ ഒട്ടിക്കുന്നതിനോ, ചെരുപ്പിനകത്തുള്ള വാറക്കഴിയും അതിൻ്റെ ഇതൊക്കെ ഒന്നിളകിയാലും ഒക്കെ നമുക്ക് ഒട്ടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് വെയിറ്റ് ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട്, മെറ്റൽ, വുഡ് അങ്ങനെയൊക്കെ ഉള്ള പ്രോഡക്ട്സിനെല്ലാം നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫെവിബോണ്ട്. പെട്ടെന്നൊട്ടും ഉണങ്ങിയും കിട്ടും, പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യുന്നതാണ്. വെള്ളത്തിലൊന്നും വേണം. ഇതൊന്നും വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പം ഇത് മൂന്നും നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഇത് ഹെൽപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.